മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബബിതയുടെയും കൃഷ്ണമ്മളുടെയും രോഹിത്തിൻ്റെയും ഒക്കെ കുളത്തുപുഴയിലേക്കുള്ള വരവ് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. തൻ്റെ മകളുടെ പിറന്നാളിന് എന്തിനാണ് ബാലചന്ദ്രൻ ഇത്ര വലിയ ഗിഫ്റ്റൊക്കെ അവൾക്കായി കൊടുത്തു വിടുന്നത്? അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റാൻലി ജോസഫിൻ്റെ, അതായത് തൻ്റെ കയ്യിലേക്ക് തൻ്റെ മകളെ ബാലചന്ദ്രൻ കൊണ്ടെന്ന് ഏൽപ്പിച്ചതെന്നൊക്കെ ചിന്തിക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് തൻ്റെ അപ്പച്ചനായ ഔതുക്കുട്ടിയോട് പറയുന്നുണ്ട്, അപ്പച്ച, മക്കളുടെ കയ്യിൽ മേനോൻ അലീനയ്ക്കായിട്ട് കൊടുത്തയച്ച ഗിഫ്റ്റ് എന്താണെന്ന് അപ്പച്ചന് മനസ്സിലായോ? അത് അയാളുടെ ജ്വല്ലറിയിൽ നിന്നും നെക്ലേസും ഗോൾഡൊക്കെയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അതിനേക്കാളും വലിയ ഗിഫ്റ്റ് തന്നെയായിരിക്കണം ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കേണ്ടത്. കാരണം അവളുടെ യഥാർത്ഥ അച്ഛൻ ഞാനാണ്. അദ്ദേഹം വളർത്തച്ഛൻ പോലുമല്ല. അദ്ദേഹം ചെയ്തത് തെറ്റായ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അലീനയുടെ മുമ്പിൽ ഞാനായിരിക്കണം വലിയവനായി നിൽക്കേണ്ടതെന്നൊക്കെ സ്റ്റാൻലി ജോസഫ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തൻ്റെ അപ്പച്ചനോട് പറയുന്നുണ്ട്. അദ്ദേഹം പുച്ഛിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, നിനക്ക് ഇത്രയും കാലമായിട്ടും നിൻ്റെ മകളെ മനസ്സിലായിട്ടില്ലേ? ഒരു നേരത്തെ ഭക്ഷണം വെറുതെ കളയുന്നതിന് നിൻ്റെ അടുത്ത് നിരാഹാരവും വാശിയുമായി കിടന്നവളാണ് നിൻ്റെ മകള്. ആ മകളുടെ മുമ്പിലേക്കാണ് നീ വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്നത്. ആ സ്ഥാനത്ത് അവളെയും കൂട്ടി ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി 4 കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിയാൽ കിട്ടുന്ന സന്തോഷമൊന്നും അവൾക്ക് നീ കൊടുക്കുന്ന എത്ര വലിയ ഗിഫ്റ്റിനും കിട്ടാൻ പോകുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലി ജോസഫ് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. തനിക്ക് അവൾക്ക് എപ്പോഴും ഉപകരിക്കുന്ന എന്തെങ്കിലും സമ്മാനം തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചൻ അതിന് സമ്മതം കൊടുക്കുകയാണ് കേട്ടോ. കാരണം അവളുടെ പപ്പയാണ് സ്റ്റാൻലി ജോസഫ്. അയാൾക്ക് തീരുമാനിക്കാം അയാളുടെ മകൾക്ക് അയാൾ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടതെന്ന്. ചിന്തിച്ച് ആലോചിച്ച് അവസാനം സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, അവൾ എല്ലാ കാര്യത്തിനും ഒറ്റയ്ക്ക് ഓടി നടക്കുന്ന പെൺകുട്ടിയാണ്. അതുകൂടാതെ അപ്പച്ചൻ തന്നെയാണ് അവളെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളിലും ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവൾക്കായിട്ടൊരു കാറ് നമുക്കിവിടെ വാങ്ങിയിട്ടേക്കാം അപ്പച്ച എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫിൻ്റെ സുഹൃത്തിനെ വിളിച്ച് കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ പറയുകയും, നീ ഇവിടെ പെട്ടെന്ന് വന്നാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഷോറൂമിലുള്ള കാറിൽ നിന്ന് ഏതെങ്കിലും അവൾക്കായിട്ട് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലി ജോസഫിന് അപ്പോൾ തോന്നുന്നുണ്ട്, രോഹിത്ത് ഇവിടെ വെറുതെ ഇരിക്കല്ലേ, രോഹിത്തിനെയും കൂട്ടി തന്നെ ഷോറൂമിലേക്ക് പോകാമെന്ന്. അങ്ങനെ അലീനയോടും ബബിത മോളോടും കൃഷ്ണമോളോടും ഒക്കെ ഞങ്ങൾ പുറത്തു വരെയും പോവുകയാണെന്നും കുറച്ച് സമയം കഴിഞ്ഞേ വരുമെന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. അലീന ഇതേ സമയം ബബിതയോടും കൃഷ്ണമോളോടും പറയുന്നുണ്ട്, എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, ചേച്ചിയല്ലേ ഈ വീട്ടിലുള്ളത്? ഞങ്ങളോട് എങ്ങനെയാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്? ചേച്ചി ഇവിടുത്തെ കിച്ചൺ ഏതാണെന്നൊന്ന് കാണിച്ചു തന്നേ. ഞങ്ങൾ പോയിട്ട് കിച്ചണിൽ എന്തെങ്കിലും ഇവിടുത്തെ ഈ നാട്ടിലെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കിച്ചണിലുണ്ടോയെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അലീനയെ മുന്തി തള്ളിക്കൊണ്ട് പോവുകയാണ്. പുറത്തേക്കിറങ്ങിയ സ്റ്റാൻലി ജോസഫ് നമ്മുടെ ആൻ്റപ്പനെ വിളിച്ച് പറയുകയാണ് കേട്ടോ, ആൻ്റപ്പ, നിങ്ങൾ അലീനയുടെ അടുത്തൊന്നുമല്ലല്ലോ നിൽക്കുന്നതെന്ന്. ഇല്ല സർ, അലീന കുഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നുണ്ടായിരുന്നു, ഞാനിവിടെ പുറത്തുണ്ട്. എന്താ സാർ വിളിച്ചത്? അലീന കുഞ്ഞിന് ഫോൺ എങ്ങാനും കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ നോക്ക്, അല്ലാതെ അലീനയുണ്ടോ അടുത്തെന്ന് ചോദിക്കുമ്പോഴേക്കും ഫോൺ കൊടുക്കണമെന്നല്ല ചോദിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആൻ്റപ്പം പറയുകയാണ്, എന്താണ് സാർ എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അതുപോലെ ചെയ്തോളാമെന്ന്. ഇന്ന് അലീനയുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം അവളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അത് നമ്മൾക്ക് ഉള്ളവർ തന്നെ വെച്ചിട്ട് വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കണം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നായിക്കോട്ടെ ഭക്ഷണം, അവിടെ കിച്ചണിൽ ഒന്നും ചെയ്യണ്ടെന്ന് നിർദ്ദേശം കൊടുക്കണം. നിങ്ങൾ പറഞ്ഞാലൊന്നും അവൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ബബിതയ്ക്കും
കൃഷ്ണമോൾക്കും അറിയാം ഇന്ന് ബർത്ത്ഡേ ആണെന്ന്. ആ കുട്ടികളോട് പറഞ്ഞിട്ടോ അലീനയെ കിച്ചണിൽ നിന്ന് മാറ്റി നിർത്തുക. ഇന്നത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചു കൊള്ളാം. ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ അലീനയെ മാറ്റി നിർത്തിക്കൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ ആൻ്റപ്പൻ തന്നെ നോക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. ആൻ്റപ്പൻ അപ്പോൾ വളരെ സന്തോഷം തന്നെയാണ് കേട്ടോ. ആൻ്റപ്പൻ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ബബിത മോളോട് പുറത്തേക്കൊന്ന് വരൂ, ആത്തച്ചക്കകളൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ വിളിക്കുന്നുണ്ട്. ബബിതയ്ക്ക് അപ്പോൾ പെട്ടെന്നൊരു പരിചയമില്ലാത്ത ആളല്ലേ വിളിക്കുന്നത്. അപ്പോൾ ബബിതയ്ക്ക് പോവാൻ ഒരല്പം മടി തോന്നുന്നുണ്ട്. അലീന പറയാണ്, നമ്മുടെ ആൻ്റപ്പനാ, ചെന്നോ, ആൻ്റപ്പൻ കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. ആൻ്റപ്പൻ ബബിത ആൻ്റപ്പൻ വിളിച്ചെടുത്തേക്ക് ചെല്ലാണ്. ആൻ്റപ്പൻ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട്, എന്നെ കേണൽ സാബ് വിളിച്ചിരുന്നു. അലീന കുഞ്ഞുമായിട്ട് ഒന്ന് മുകളിലെ മുറിയിൽ കുറച്ച് സമയം പോയി ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ വീടിൻ്റെ ഹോളൊക്കെ ഒന്ന് അലങ്കരിക്കാം. നമുക്ക് ബർത്ത്ഡേ പാർട്ടി നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാം. പക്ഷേ അലീന കുഞ്ഞുമായിട്ട് കുറച്ച് സമയം നിങ്ങൾ പുറത്തേക്ക് മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ബബിത പറയുകയാണ്, കുറച്ച് സമയം മുകളിൽ മാത്രം ഇരുന്നാൽ ശരിയാവോ? അല്ല, പുറത്തേക്ക് എവിടേക്കെങ്കിലും നടക്കാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ് അലീന. ആൻ്റപ്പൻ പറയുന്നുണ്ട്, പുറത്തേക്ക് നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കേണൽ സാബിൻ്റെ ഒരു എസ്റ്റേറ്റ് കാണണം അപ്പുറത്തായിട്ട്. വേണമെങ്കിൽ അവിടേക്ക് നടന്നോളൂ, അവിടെയൊക്കെ ഒന്ന് പോയി ചുറ്റി അടിച്ച് കണ്ടിട്ടൊക്കെ വന്നോളൂ. ഞാൻ അപ്പോഴേക്കും പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഞാൻ വന്നതിന് ശേഷമേ നിങ്ങൾ പോകാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ വരുമ്പോഴത്തേനും ഞങ്ങളുടെ ഡെക്കറേഷൻസും കേണൽ സാബും തിരിച്ചെത്തുകയുള്ളൂ. എല്ലാവരും ഒരേ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർട്ടി ആഘോഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്കും വലിയ സന്തോഷം തന്നെയാവാണ്. ബബിത ആൻ്റപ്പൻ ചേട്ടന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ ഫംഗ്ഷൻ നമ്മൾ അടിപൊളിയാക്കും. ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോഴേക്കും ആൻ്റപ്പൻ ചേട്ടൻ ഇവിടെയൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത ചെന്ന് അലീനയോട് വാശി പിടിക്കുകയാണ്, പുറത്ത് നടക്കാൻ പോവാം, ഇവിടെ അകത്ത് തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നു എന്നൊക്കെ. അപ്പോഴാണ് അലീന ചോദിക്കുന്നത്, നീയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കണമെന്ന്? ഞാൻ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കയറിയതാന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും ഒന്നും വേണ്ട ചേച്ചി, ഞങ്ങൾക്കൊപ്പം പറമ്പിലേക്കൊക്കെ ഒന്ന് നടക്കാൻ വായോ, എത്ര നാളായി ചേച്ചിയോട് കഥകളൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെയും കൂട്ടി ബബിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയം കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിയും ഒത്ത് കിച്ചണിൽ തന്നെ മതിയായിരുന്നു, ചേച്ചിയുടെ സ്പെഷ്യലൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി എന്ന് പറയുമ്പോൾ ബബിത പതിയൊന്ന് കൃഷ്ണമോളെ നുള്ളുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആംഗ്യത്തിലൂടെ കാണിച്ച് അവളെ മനസ്സിലാക്കുകയാണ് അവിടെ നിന്നും ബബിത മനഃപൂർവ്വം അലീനയെ മാറ്റി നിർത്തിയതാണെന്ന്. ഓ അങ്ങനെയാണോ എന്ന് ഉറക്കെ തന്നെ കൃഷ്ണമോളും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണോന്ന്? അത് ഞാൻ എന്തോ ആലോചിച്ചിട്ട്. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? വന്നപ്പോൾ തുടങ്ങി പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. രണ്ടുപേരും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇവരെ നോക്കുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഒന്നുമില്ല ചേച്ചി, ചേച്ചി ഒന്നും ഇങ്ങോട്ട് നടന്നേ, അവൾ കിടക്ക് ഇത്തിരി വട്ടുള്ളതാണെന്ന് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ നടത്തം അങ്ങനെ തുടരുകയാണ്. അങ്ങനെ കാറ് വാങ്ങാനായി ഷോറൂമിലേക്ക് പുറപ്പെട്ടവർ മാർട്ടിൻ്റെ ഷോറൂമിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മാർട്ടിൻ അവർക്കായിട്ട് ഒരു കാറൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പുതിയ മോഡൽ 2026 മോഡൽ മാരുതി സുസുക്കി അതിമനോഹരമായ വയലറ്റ് നിറത്തിലുള്ള കാറ് തന്നെയാണ് കേട്ടോ അലീനയ്ക്ക് വേണ്ടിയിട്ട് മാർട്ടിൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ചെന്ന് കാണുമ്പോൾ തന്നെ രോഹിത്തിനും നമ്മുടെ സ്റ്റാൻലി ജോസഫിനും വല്യപ്പച്ചനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഒതുങ്ങിയ കാറ് തന്നെയാണ് ഇതാവുമ്പോൾ, അവൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. രോഹിത്തും കാറിനെ കുറിച്ചപ്പോൾ വളരെ വിശദീകരിച്ച് തന്നെ സ്റ്റാൻലി ജോസഫിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിപ്പോൾ പുതിയ മോഡലാണെങ്കിലേ ഇത് അടിപൊളിയാണ്, മൈലേജ് ഉണ്ട്,
കാറിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫ്, ഓക്കെ മാർട്ടിനെ, ഇതിൻ്റെ ബില്ലിങ്ങും സെറ്റിങ്സിനുള്ള പിന്നീട് ഞാൻ നിനക്ക് ഷോറൂമിലേക്ക് എത്തിച്ചു തരാം. ഇതിപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് എനിക്കിത് ഇന്ന് തന്നെ അവൾക്ക് പ്രസൻറ്റ് ചെയ്യണം. നാളെ ഞാൻ നിനക്ക് ഷോറൂമിലേക്ക് എത്തിച്ച് തന്നതിന് ശേഷം ഫുൾ സെറ്റിങ്സൊക്കെ കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയതിന് മാത്രം നീ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടാൽ മതി. അവൾക്കുള്ള ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത്തിനോടായിട്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇപ്പോൾ തൽക്കാലം ഈ കാറ് നീ തന്നെ ഓടിച്ച് ഞങ്ങളുടെ ബാക്കിലൂടെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരില്ലേ നമ്മുടെ വീട്ടിലേക്കെന്ന്. വെല്ലിപ്പച്ചനോടായിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, വെല്ലിപ്പച്ചൻ ഓക്കെ ആണെങ്കിൽ എൻ്റെ കാറിൽ വെല്ലിപ്പച്ചൻ കയറിക്കോ. അപ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവില്ലല്ലോ. അങ്കിളിനാവുമ്പോൾ ആ ടെൻഷനില്ല. അങ്കിളിൻ്റെ ഓപ്പൺ ജീപ്പിൽ അങ്കിളിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് തമാശ രൂപേണ രോഹിത്തും പറയുന്നുണ്ട്. വെല്ലിപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്കേ ഈ ചെത്ത് പിള്ളേരുടെ ഒപ്പം ഈ ഡ്രൈവിംഗ് ഒക്കെ പേടിയുള്ള കാര്യമാണ്. പക്ഷേ നീ അത്രയ്ക്ക് അങ്ങോട്ട് ചെത്ത് പയ്യനല്ലെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലിപ്പച്ചനും രോഹിത്തും കൂടി അലീനയ്ക്കുള്ള പുതിയ കാറിലേക്ക് കയറുകയാണ്. ഇരുവരും ഒരുമിച്ച് തന്നെയാണ്, അതായത് 2 കാറുകളിലായിട്ട് മുൻപിലും പിറകിലുമായിട്ട് പോവുകയാണ് അവർ. അധികം ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാൻലി ജോസഫിൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ജീപ്പും പുതിയ കാറും വരുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് അലീന അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചറിയാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കാറ് 2ഉം കയറിയതിന് ശേഷം ആൻ്റപ്പനെ ചെന്ന് വിളിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. അലീന എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ, കുട്ടികളുമൊത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സാറ് ഒന്ന് വന്ന് നോക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത്ത് അതൊക്കെ ഓക്കെ ആണോ എന്നറിയാനായി അകത്തേക്ക് കയറുന്നുണ്ട്. രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചിയുടെ നമ്മളുടെ അരിയത്ത് വന്നതിന് ശേഷം ചേച്ചിയുടെ ആദ്യത്തെ പിറന്നാളാണ്, ഒട്ടും മോശമാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡെക്കറേഷൻ ആവാമെന്ന് പറഞ്ഞ് രോഹിത്തും അത്യാവശ്യം അലങ്കരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിന് സന്തോഷമാണെങ്കിലും അലീനയുടെ നേരെ ഇവരെല്ലാവരും, അതായത് ബാലചന്ദ്രൻ്റെ മക്കൾ, ഇവരൊക്കെ കൂടുതൽ അധികാരം കാണിക്കുന്നതിനോട് സ്റ്റാൻലി ജോസഫിന് ഒരു വിഷമമെന്നല്ല, ഒരു കുശുമ്പാണ്. തൻ്റെ മകളെ തനിക്ക് മാത്രമാണ് സ്വന്തമെന്നോ അല്ലെങ്കിൽ തൻ്റെ മകളുടെ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ താനാണെന്നോ അങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു ഈഗോ പുള്ളിക്കാരനുണ്ട് താനും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അതായത് വീട്ടിലെ അത്യാവശ്യം ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബബിതയെ രോഹിത്ത് വിളിക്കുന്നുണ്ട്. ബബിതയോട് രോഹിത്ത് പറയുകയാണ്, ഇവിടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ എത്തിക്കഴിഞ്ഞു, ചേച്ചിയുടെ ബർത്ത്ഡേ സർപ്രൈസ് റെഡി ആയിക്കഴിഞ്ഞു, ചേച്ചിക്കുള്ള ഒരടിപൊളി ഗിഫ്റ്റ് അടക്കം ഇവിടെ വന്നു കഴിഞ്ഞു, ഇനി എന്തായാലും ചേച്ചിയുമായിട്ട് നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ എത്തേണ്ടതാണ്, ഉച്ചക്കലത്തെ ചേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിതയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് എത്താൻ നോക്കിക്കോളൂ കേട്ടോ എന്ന്. അപ്പോഴേക്കും ബബിത ഇവിടെ അടവൊക്കെ എടുത്ത് തുടങ്ങിയിട്ടോ, ചേച്ചി ഇനി നമുക്ക് തിരിച്ചു പോവാം, എനിക്ക് വിശന്നിട്ട് പാടില്ല, വന്നപ്പോൾ തുടങ്ങി ഞാൻ വിശക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ. ബബിതയെ വീണ്ടും അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ ഇന്ന് എന്താ പറ്റിയേ? നിങ്ങൾ കാറിലിരുന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴേക്കും ഏതെങ്കിലും എന്തെങ്കിലും ലൂസായിട്ടുണ്ടോ നിങ്ങളെ? അല്ല, ഈ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് കേട്ടിട്ട് ചോദിക്കുകയാണെന്ന് അലീന പറയുകയാണ്. ബബിത അലീന കാണാതെ തന്നെ കൃഷ്ണമോളോട് കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോള് അവളുടേതായ അടവുകൾ എടുത്തു തുടങ്ങി, ചേച്ചി നമുക്കിനി വീട്ടിൽ പോവാം, എന്തിനാ ഇത് വെയിലത്ത് ഇങ്ങനെ കുറേ നേരം അലയുന്നതെന്ന്. അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ വീട്ടിൽ പോവാലോ, വാ എന്നാ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മൂവരും കൂടി വളരെ സന്തോഷപൂർവ്വം ആടിപ്പാടി തന്നെ വീട്ടിലേക്ക് എത്തുകയാണ്. ഗേറ്റ് കടന്ന് വരുന്ന അലീന പറയുന്നുണ്ട്, പുതിയ കാറല്ലേ അത്, രജിസ്ട്രേഷൻ ഒന്നും കഴിയാത്ത പുതിയ കാറാണല്ലോ, ആരാ വന്നിരിക്കുന്നേ? എന്തോ വിരുന്നുകാരുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഒരല്പം സ്പീഡിൽ അകത്തേക്ക് കടന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലുള്ള ജോലിക്കാരും സ്റ്റാൻലി ജോസഫിൻ്റെ തോട്ടത്തിലുണ്ടായിരുന്ന ജോലിക്കാരും രോഹിത്തും സ്റ്റാൻലി ജോസഫും വല്യപ്പച്ചനും മുമ്പിൽ തന്നെ എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ അലീന എന്ന് പറഞ്ഞുകൊണ്ട്
രോഹിത്തിൻ്റെ കയ്യിലായിട്ട് പാർട്ടി പോപ്പറും വല്യപ്പച്ചൻ്റെ കയ്യിലായിട്ട് അലീനയ്ക്കുള്ള ബർത്ത്ഡേ ക്യാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അലീന ആകെപ്പാടെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ ബർത്ത്ഡേ ഇന്നാണെന്നോ അത് ആഘോഷിക്കാനാണ് തൻ്റെ സഹോദരിമാർ വന്നിരിക്കുന്നതെന്നോ ഒന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അവൾക്ക് ആരെയെങ്കിലും ആ സമയത്തൊന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് കരയണമെന്ന് തോന്നിയിട്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് വല്യപ്പച്ചനെ തന്നെയാണ്. അലീനയുടെ സന്തോഷം കൊണ്ടുള്ള ആ കണ്ണീരൊക്കെ എല്ലാവർക്കും മനസ്സിലാവാണ് കേട്ടോ. അതേസമയം സ്റ്റാൻലി ജോസഫിനും തൻ്റെ മകളുടെ ആ സന്തോഷം കാണുമ്പോൾ അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. അലീന വല്യപ്പച്ചനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസമൊക്കെ എനിക്ക് ഉണ്ടാവുന്നു, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വല്യപ്പച്ച എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ ആൻ്റപ്പച്ചേട്ടൻ ഇതെല്ലാം വീഡിയോ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൊണ്ടുവന്ന് അലീനയ്ക്കായിട്ട് ഒരേ റോസാപ്പൂക്കളാണ് സമ്മാനിക്കുന്നത്. അലീനയ്ക്ക് ഇതൊക്കെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടല്ലാതെ ആരൊക്കെയാണ് തൻ്റെ അരികത്ത് വരുന്നതെന്നൊന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ കണ്ണിലെ കണ്ണുനീര് കൊണ്ട് ഓരോ മുഖങ്ങളും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക്. അലീനയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് രോഹിത്തിനെയും അവൾ മറു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വന്നതിനപ്പുറത്തേക്ക് എനിക്ക് എന്തെന്നാണ് ഇനിയൊരു സമ്മാനം? ഇന്നിങ്ങനൊരു ദിവസം കടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ 23 വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ ബ്രിജിതാമ്മയുടെ കയ്യിൽ എന്നെ കിട്ടിയ ആ നിമിഷമാണ് ബ്രിജിതാമ്മയ്ക്ക് പിറന്നാളെന്നും ഞങ്ങൾക്ക് പിറന്നാളെന്നും ബ്രിജിതാമ്മി പറയാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസമെങ്കിലും നീ അതൊക്കെ ഒന്ന് ഓർക്കാതിരിക്കുമോളെ. നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ നീ എല്ലാവരുമുള്ള ഒരു സമ്പന്നയാണെന്ന് നിന്നോട് പലപ്പോഴായിട്ട് വല്യപ്പച്ചൻ പറഞ്ഞു തന്നിട്ടില്ലേ. പഴയതൊക്കെ മറക്കണമെന്നല്ല പറയുന്നത്, നീ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്നാണെന്ന്. അലീനയ്ക്കത് മനസ്സിലായിട്ടോ. വല്യപ്പച്ചൻ പറഞ്ഞതിൻ്റെ മീനിങ്, അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് ആ പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീന പിന്നെ ഒന്നും പറയുന്നില്ല. അലീനയ്ക്കായിട്ട് കയ്യിൽ കിട്ടിയ ആ റോസാപ്പൂക്കളൊക്കെ നെഞ്ചോട് അവളിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേ സമയത്താണ് ബബിതയും കൃഷ്ണമോളും കൂടി ഓടി വന്ന് അലീനയെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കുന്നത്. അവരും ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കവിളിലും അവർ രണ്ടുപേരും ഇങ്ങനെ മുത്തം വെക്കുകയാണ്. സ്റ്റാൻലി ജോസഫിനെ അലീന നോക്കുന്നുണ്ട്. തൻ്റെ പപ്പയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് അലീന ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും നാളുകൾ ആയിട്ട് കണ്ടിട്ടില്ല. അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ പപ്പയും വല്ലാതെ സന്തോഷിക്കുന്നുണ്ടെന്ന്. അവൾ പപ്പയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 10-15 പൂക്കൾ ഒരുമിച്ച് അദ്ദേഹത്തിന് നേരെ നീട്ടിയിട്ട് അവൾ പറയുകയാണ്, ഇതെൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ പപ്പയ്ക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണ്, എനിക്കിങ്ങനെ ഒരു ജന്മം തന്നതിനെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പപ്പയെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് തീരെ സഹിക്കാൻ കഴിയുന്നില്ല. ആൻ്റപ്പൻ്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ആൻ്റപ്പൻ അതൊക്കെ വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് ഹാപ്പി ബർത്ത്ഡേ എന്നുകൂടി പറയുകയാണ്. അങ്ങനെ പെട്ടെന്നാണ് അകത്ത് പോയിട്ട് ബബിത ഒരു ഗിഫ്റ്റ് പാക്ക് എടുക്കുന്നത്. അപ്പോൾ കൂടെ കൃഷ്ണമോളും രോഹിത്തും കൂടിയും പോയിട്ട് അവരായിട്ടും കൊണ്ടുവന്ന ഗിഫ്റ്റ് പാക്ക് എടുക്കുന്നുണ്ട്. ഇവർ 3 പേരും ഒരു വർണ്ണ കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഓരോ ഗിഫ്റ്റായിട്ട് ചേച്ചിക്ക് കൊടുക്കുകയാണ്. ചേച്ചിയോട് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി, 23 വർഷം ഞങ്ങൾക്കൊപ്പം ഇല്ലാതിരുന്ന ഞങ്ങളുടെ എല്ലാമായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക് ഇനിയും ഒരു 100 വർഷത്തോളം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവാൻ ഞങ്ങൾ ആശംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അലീന താങ്ക്സൊക്കെ പറയുന്നുണ്ട്. 3 പേരും ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം പ്രിയപ്പെട്ട അലീനയ്ക്ക് അച്ഛൻ്റെ പിറന്നാൾ സമ്മാനമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതി, ആ പൊതിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, അച്ഛൻ്റെ പ്രിയപ്പെട്ട അലീനയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അലീനയുടെ കണ്ണുകൾ വീണ്ടും അത് കണ്ട് നിറയാൻ തുടങ്ങി. അലീന അപ്പോൾ ചോദിക്കുകയാണ്, അച്ഛൻ്റെ പണിയാണല്ലേ ഇതെല്ലാം? വേണ്ടിയിരുന്നില്ല, അച്ഛൻ വീണ്ടും വീണ്ടും എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് അപ്പോൾ അത് ജ്വല്ലറി ബോക്സ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അലീനെങ്കിലും അത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തത് നോക്കുമ്പോൾ വെറും ഒരു നെക്ലസ് ഒന്നും ആയിരുന്നില്ല, ഒരു ഡയമണ്ട് നെക്ലസ് തന്നെയാണ് അതിലുള്ളത്. അലീനയുടെ കണ്ണുകൾ ആകെ എന്താ പറയുക, ഒരു ഷോക്കായി മാറുകയാണ് അലീനയ്ക്ക്. ഇതൊക്കെ എന്തിനാ ഇത്ര വലിയ സമ്മാനങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ
അത് ബബിത വാങ്ങിച്ച് അലീനയുടെ കഴുത്തിലേക്കായിട്ട് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ ആയിട്ട് പകർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് സ്റ്റാൻലി ജോസഫ് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു വരുന്നത്. അലീനയോടായിട്ട് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ആ കാറ് കിടക്കുന്നത് കണ്ടിരുന്നു എന്ന്. അലീന പറയാണ്, കണ്ടിരുന്നു. ഞാനപ്പോൾ ആലോചിച്ചു പപ്പ, ഇവിടെ ആരാ ഗസ്റ്റ് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ ആ കാറിൽ വന്ന ആരെയും പിന്നെ എനിക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ. നിങ്ങൾ എനിക്കായിട്ടുള്ള സമ്മാന പൊതികൾ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ മറന്നുപോയി. ഇതാരതാ പപ്പ എന്ന് ചോദിക്കുമ്പോഴേക്കും വെല്ലിപ്പച്ചൻ ആ ചാവി കൊണ്ടുവന്ന് സ്റ്റാൻലി ജോസഫിൻ്റെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് ആ ചാവി വാങ്ങിച്ച് അലീനയുടെ കയ്യിലേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോള് ഒരുപാട് ഓടി നടന്നതല്ലേ. എല്ലാവർക്കും വേണ്ടിയിട്ട് നീ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നീ ആലോചിച്ച് കണ്ടെത്തി ഓടി നടക്കുന്ന ഒരാളാണ്. ഇനി നീ ഏത് വഴിക്ക് ഓടുമ്പോഴും നിൻ്റെ സാരഥിയായിട്ട് ആ കിടക്കുന്ന ആളുണ്ടാവും. അത് ഞാൻ നിനക്ക് തരുന്ന സമ്മാനം മാത്രമല്ല, നിനക്ക് ഞാനായി തരുന്ന ഒരു വഴികാട്ടി കൂടിയാണത്. ഇനി നീ എവിടെ പോകുമ്പോഴും, നിനക്ക് ലൈസൻസ് എടുത്തതിന് ശേഷം നീ എവിടെ പോകുമ്പോഴും ആ കൂട്ടുകാരിക്കൊപ്പമായിരിക്കണം നിൻ്റെ യാത്ര എന്ന് പറയുന്നുണ്ട്. അലീനയ്ക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒരു സൈക്കിൾ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത അലീനയുടെ മുൻപിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറാണ് തനിക്ക് മുമ്പിൽ തൻ്റെ പപ്പ വെച്ച് നീട്ടുന്നത്. അലീനയ്ക്ക് നിരസിക്കണോ സ്വീകരിക്കണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് തനിക്ക് ഈ ലക്ഷങ്ങളൊക്കെ മുടക്കി ഇത്ര വലിയ സമ്മാനങ്ങൾ വാങ്ങുന്നത് എന്നൊക്കെയാണ് കേട്ടോ അലീന ചിന്തിക്കുന്നത്. അലീന പപ്പയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, പപ്പ ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല പപ്പ. പപ്പ എന്തിനാണ് ഇത്ര വലിയ ചിലവൊക്കെ എനിക്ക് വേണ്ടി വഹിക്കുന്നത്? പപ്പയ്ക്ക് ഇനിയും 100 കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ. നമ്മളെ ടെസമോളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പപ്പയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. ഫോറിൻ കൺട്രീസിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ. അതിനൊക്കെ ഒരുപാട് ചിലവാവില്ലേ പപ്പ എന്ന് പറയുന്നുണ്ട്. ഇതേസമയം പപ്പ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, നിൻ്റെ പപ്പയുടെ കയ്യിൽ നിന്നും ഈ ഒരു കാറിന് ചിലവായത് ഒരു നിസ്സാര തുകയാണ്. നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്കും നിൻ്റെ മറ്റ് അനിയനും അനിയത്തിമാർക്കും കഴിയാനുള്ളത് 2 തലമുറയ്ക്കുള്ളത് ഈ പപ്പ ഇപ്പോഴേ സമ്പാദിച്ചിട്ടിട്ടുണ്ട്. അതിൽ നിന്നും നിനക്കൊരു കാറ് വാങ്ങിച്ച് തരാനോ അല്ലെങ്കിൽ നിൻ്റെ സഹോദരിയെ പുറത്ത് നീ പറയുന്ന പോലെ ഒരു ഫോറിൻ കൺട്രിയിൽ കൊണ്ടുപോയിട്ട് അവളുടെ ട്രീറ്റ്മെൻറ്റ് നടത്താനോ ഒന്നും ഈ പപ്പയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. നീ അതാലോചിച്ച് വിഷമിക്കരുത് എന്നുകൂടി പറയുന്നുണ്ട്. അലീന വീണ്ടും പറയാണ് കേട്ടോ, പപ്പ ഞാനിത് സ്വീകരിക്കാൻ എങ്ങനെ എനിക്ക് പപ്പയോടത് പറയണ്ടേന്നറിയില്ല. ഞാൻ കാരണമാണ് എൽസമ്മാൻ്റിയുടെ ഒരു കാറ് നശിക്കപ്പെട്ടത്. അങ്ങനെയുള്ള എനിക്ക് ഈ കാറ് സ്വീകരിക്കാൻ അവകാശമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ എൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഞാനൊരു കാര്യം ആഗ്രഹിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ ടോജോയും ഡ്രൈവിംഗ് ഒക്കെ പാസ്സായിട്ടിരിക്കുന്ന ആളാണ്. ഇത് എനിക്ക് ടോജോയ്ക്കായിട്ട് സമ്മാനമായിട്ട് നൽകാൻ പപ്പ അനുവദിക്കണമെന്ന് പറയുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, അനുവദിക്കില്ല. കാരണം നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം നിന്നോട് ഞാൻ ഒരു 100 വാക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഞാൻ നിനക്ക് വാങ്ങിച്ച് തരേണ്ടതെന്ന്. നീ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഷോപ്പിങ്ങിന് പോലും നീ എൻ്റെ ഒപ്പം വന്നിട്ടില്ല. നീ ഒരുപാട് ഡ്രസ്സുകൾ ആ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇനി പുതിയതൊന്നും എടുത്തു കൂട്ടാൻ നിനക്ക് താല്പര്യമില്ലെന്നൊക്കെയാണ് നീ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ മകൾക്കായിട്ട് ആദ്യമായി വാങ്ങിച്ച് സമ്മാനിച്ചതാണ്. പിന്നെ നീ പറഞ്ഞ പോലെ ടോജോയ്ക്ക് നിനക്ക് കാർ വാങ്ങിച്ച് കൊടുക്കണമെങ്കിൽ അത് ഈ പപ്പ അത് ചെയ്തിരിക്കും. പക്ഷേ അലീന, അത് നീ എനിക്ക് തന്നൊരു വാക്കുണ്ട്. അത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നടന്ന ഒരാളല്ല. എൻ്റെ മുമ്പിൽ എൻ്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ മക്കൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വില. അന്ന് നീ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവരെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ എല്ലാമായി നീ എനിക്ക് കൊണ്ടുവന്ന് തരുമെന്ന്. അങ്ങനെ കൊണ്ടുവന്ന് തരുന്ന ആ നിമിഷം ഞാൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷവാനാണെന്ന് എനിക്ക് തോന്നുന്ന നിമിഷമായിരിക്കും.
അന്ന് ഞാൻ ആ സന്തോഷത്തിൻ്റെ പുറത്ത് നീ ഈ പറയുന്ന നിൻ്റെ സഹോദരന് ഞാനൊരു കാറ് സമ്മാനിക്കും. പക്ഷേ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് അലീന. ഇത് ഞാൻ ഇന്നത്തെ ദിവസം നിനക്ക് സമ്മാനിച്ചതാണ്. ഇത് എത്ര വർഷക്കാലം നിൻ്റെ കൂടെ ഉണ്ടാകുമോ ആ കാലം അത്രയും നീ ഇത് പൊന്നുപോലെ നീ സൂക്ഷിക്കും. കാരണം നിൻ്റെ ജീവിതത്തിൽ നീ ജനിച്ചിട്ട് ആദ്യമായിട്ട് നിൻ്റെ പപ്പ വാങ്ങിച്ചു തരുന്ന വിലമതിക്കാനാവാത്തൊരു സമ്മാനമായി നീ സൂക്ഷിക്കുമെന്ന് പറയാണ്. അലീന അതേപോലെ തന്നെയാണ് കേട്ടോ. തൻ്റെ പപ്പ പറഞ്ഞതൊക്കെ അവൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. അവൾ ആ ചാവി നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അവളത് തൊട്ട് തൊഴുന്ന പോലെ അവൾ ഇങ്ങനെ അത് ചേർത്തിങ്ങനെ പിടിച്ച് വല്യപ്പച്ചൻ്റെ അരികിൽ ചെന്ന് നിന്നിട്ട് പറയാണ്, വല്യപ്പച്ച ഞാനിപ്പോൾ ആരായി? വല്യപ്പച്ചൻ എന്നെ ഒന്ന് നോക്കിയേ. കഴുത്തിൽ ഡയമണ്ടിൻ്റെ നെക്ലസ്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത്, അല്ല എനിക്ക് ബംഗ്ലാവ് പോലെ ഒരു വീടിൻ്റെ മുറ്റത്ത് എനിക്ക് സ്വന്തമായൊരു കാറ്. ഒരിക്കൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും കാത്തിരുന്ന അലീന ഇപ്പം എവിടെ വരെ എത്തി അല്ലേ വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോഴേക്കും വല്യപ്പച്ചൻ അവളുടെ വായ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. പറഞ്ഞില്ലേ കുഞ്ഞെ, ഇന്നത്തെ ദിവസമെങ്കിലും നീ അതൊക്കെ ആലോചിച്ച് വിഷമിക്കാതിരിക്കാൻ. നീ പോയിട്ട് നിനക്കായിട്ട് അവർ നല്ല ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ബർത്ത്ഡേ കുട്ടികൾ ഉടുപ്പിട്ട് വരുന്നത് നീ കണ്ടിട്ടില്ലേ? നീ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടില്ലേ? ബർത്ത്ഡേക്കും ഓണം സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല കളറുള്ള ഉടുപ്പുകളൊക്കെ ഇട്ട് വരുമ്പോൾ നീ അത് ഒരുപാട് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് ബ്രിജിത മമ്മി കീറിയ ഉടുപ്പ് തുന്നി പിടിപ്പിച്ചിട്ട് തന്ന് നിങ്ങളെ പറഞ്ഞു വിടുമായിരുന്നുവെന്ന്. ആ അലീന ഇന്ന് ഈ ദിവസം നല്ല വർണ്ണ നിറത്തിലുള്ള ഒരു തുമ്പിയെ പോലെ അണിഞ്ഞൊരുങ്ങി വരണം, ഞങ്ങളുടെ മുമ്പിൽ വന്ന് കേക്ക് കട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. അലീന ഇപ്പോൾ വല്യപ്പച്ചനെ കളിയാക്കുകയാണ് കേട്ടോ. ഈ വല്യപ്പച്ചൻ എന്താ പറയുന്നേ? എനിക്കെന്താ 1-ാം വയസ്സിലെ ബർത്ത്ഡേ എങ്ങാനുവാ? മോശം വല്യപ്പച്ച, എന്നെ അങ്ങനെ കൊച്ചാക്കരുത് കേട്ടോ എന്നുകൂടി പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അത് നീ നടത്തി തന്നേ പറ്റുമെന്ന്. അപ്പോഴേക്കും കൃഷ്ണമോളും ബബിതയും ഒക്കെ കണ്ണുകളൊക്കെ തുടച്ചിട്ട് അലീനയെ വന്ന് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർ കൊണ്ടുവന്ന ഒരു അടിപൊളി ഉടുപ്പ് അലീനയ്ക്കായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, ഇത് ചേച്ചിക്കായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇന്നത്തെ ദിവസം ചേച്ചി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രോക്കായിരിക്കണം ഇടേണ്ടത്. അത് മാത്രമല്ല ചേച്ചിയെ ഈ നെക്ലസൊക്കെ ഇട്ട് ആ കാറിൻ്റെ അരികത്ത് കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് വേണം വേറൊരാൾക്ക് കൂടി അയച്ചു കൊടുക്കാൻ. അതാർക്കായിരിക്കും? അലീന അപ്പോൾ ഒട്ടും ആലോചിക്കാതെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛന്. അല്ലേ, അച്ഛനയക്കും. അതുകൂടാതെ ആർക്കായിരിക്കും? പിന്നെ ആർക്ക്? അയ്യടി മോളെ, ഒന്നും അറിയാത്ത പോലെ വല്ലാണ്ട് അഭിനയിക്കല്ലേ ചേച്ചി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ അയക്കാൻ പോകുന്നതെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. എന്നാലും ആ അഭിനയം നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കുസൃതിയൊക്കെ കാണിച്ച് അലീനയെയും കൊണ്ട് മുകളിലെ മുറിയിലേക്ക് പോവുകയാണ്. അന്ന് അലീനയെ അവർ ആ വീട്ടിൽ നിന്നും യാത്രയച്ച പോലെ അലീന ബബിതയെ ഒരു രാജകുമാരിയെ പോലെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ആ വലിയ ഫ്രോക്കൊക്കെ അണിഞ്ഞ് തലയിലൊരു രാജകുമാരിയുടെ ക്രൗണൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അണിയിച്ചൊരുക്കി അലീനയെ താഴേക്ക് കൊണ്ടുവരികയാണ്. ആ കാഴ്ച തൻ്റെ വല്യപ്പച്ചനും സ്റ്റാൻലി ജോസഫിനും ഒപ്പം നിൽക്കുന്ന രോഹിത്തിന് പോലും കണ്ടു നിൽക്കാൻ അത്ര മനോഹരമായിരുന്നു. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി കൂട്ടുകാരെ.